ഹജ്ജ് നമ്മൾ മുസ്ലിമായ ഇസ്ലാമിലെ 5-ാമത്തെ കാര്യമാണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ്. ആ 5-ാമത്തെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിർബന്ധമായ കാര്യങ്ങളെല്ലാം നാം പൂർത്തിയാകും. അതുപോലെ ഹജ്ജ് ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ്. കാരണം ഹജ്ജ് ശരിയായ മുറപ്രകാരം നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി ഈ ലോകത്തേക്ക് യാതൊരു പാവമില്ലാതെ ജനിച്ചു വരുന്ന ഒരു ശിശുവിനെ പോലെയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുക. അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഹജ്ജ് കഴിവുള്ളവർക്ക് നിർബന്ധമാണ്. ഹജ്ജിന് കഴിവാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അള്ളാഹുവിന് വേണ്ടി ജനങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഹജ്ജുൽ ബൈത്ത്. ആ ഭവനം അങ്ങനെയാണ് പറയുന്നത്. ആ ഭവനം, ആ ബൈത്ത്, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്ര, അതാണ് ഹജ്ജ്. അപ്പോൾ നമ്മൾ ഹജ്ജിന് ഉദ്ദേശിക്കുമ്പോൾ ആ ബൈത്താണ്. ആ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവ്വൽ ബൈത്തിന് ഉദുലിന്നാസി ലല്ലദീ മക്ക, ജനങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഭൂമുഖത്ത് പടുത്തുയർത്തപ്പെട്ട ഭവനം, അതാണ്. അതിന് മക്ക എന്ന് പറയും. അതൊക്കെ സ്ഥലത്ത് അവിടെയാണ് ഉണ്ടായത്. അത് ആദ്യമായി പടുത്തുയർത്തി കെട്ടിടമാക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബിയാണ്. അതൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഉദ്ദേശിച്ചാണ് യാത്ര. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നാൽ നമ്മൾ നിർവഹിക്കേണ്ട കടമകളും കർത്തൃങ്ങളും ഹജ്ജിനുമായി ബന്ധപ്പെട്ട അമലുകൾ എന്തെല്ലാമാണ്, അതാണ് അവിടെ ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാനിതിൻ്റെ തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ ഹജ്ജ് തിരിച്ചു വരുമ്പോൾ നമ്മൾ യാതൊരു പാവവുമില്ലാതെ എല്ലാ നിലക്കും പരിശുദ്ധരായിട്ടാണ് തിരിച്ചു വരുന്നത്. അത് നമുക്ക് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാപങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ്. സൃഷ്ടാവിന് ഇഷ്ടമില്ലാത്ത അവൻ്റെ വിധിവിലക്കുകൾക്ക് വിരോധമായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു കിട്ടും. അതെല്ലാം അള്ളാഹു പൊറുക്കും. അത് അള്ളാഹു നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ ജനങ്ങളോട് കടപ്പെട്ട കാര്യങ്ങളുണ്ട്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ. ഈ ബന്ധം അത് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കടമ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കടമ നമ്മൾ അവരോട് തന്നെ നിർവഹിക്കണം. നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനിക്കുന്നതെന്ന് അറിയാലോ. പിന്നെ കുടുംബങ്ങളും സമൂഹങ്ങളോട്, അയൽവാസികളോട്, മറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരോട്, ഇവരോടൊക്കെ ചില ഹക്കുകളുണ്ട്. ആ ഹക്കുകൾ നമ്മൾ അവരോട് തന്നെ തീർക്കണം. അത് അള്ളാഹു അവൻ നമുക്ക് വിട്ടുതരില്ലാതെ അവരോട് പറഞ്ഞ് തന്നെ പുറത്തു വെക്കണം. അപ്പോൾ അതാദ്യം നാം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവരോട് തീർക്കണം. ഉമ്മയാണെങ്കിൽ ഏറ്റവും പ്രധാനം, ബാപ്പയാണ് പിന്നെ നമ്മുടെ കുടുംബങ്ങൾ. ആ കുടുംബപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഹക്കുകൾ നമുക്കുണ്ടെങ്കിൽ, അത് സാമ്പത്തികമായോ അവരുമായുള്ള വർത്തമാനത്തിലോ ജീവിതത്തിലോ പെരുമാറ്റത്തിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് നല്ല മനസ്സോടുകൂടി അങ്ങോട്ട് പോകണം. അതല്ലാതെ ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് അള്ളാഹു അവിടെ കടമയ്ക്കാൻ നിർവഹിച്ചാൽ അത് പുറത്തു കിട്ടുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു. പക്ഷേ ഇതെല്ലാം നമ്മളെ നിർവഹിച്ച് ആ കടപ്പാടുകളൊക്കെ തീർത്ത് വേണം പോകാൻ. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ ജ്യേഷ്ഠാന്മാരും സഹോദരന്മാർ, അതുവരെ അയൽവാസികളുടെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ഹക്കുകൾ എന്തെങ്കിലും വല്ല സ്വരച്ചേർച്ചയില്ലാതെ വല്ലതുണ്ടാവും, അതൊക്കെ പറഞ്ഞ് തീർത്ത് പൊരുത്തപ്പെടിച്ചു പോകണം. സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികമായ കാര്യം അത് വീട്ടിൽ തന്നെ പോകണം, ശുദ്ധമായി പോകണം, കൊടുക്കേണ്ടത് കൊടുക്കണം. അനന്തരാവകാശികളുടെ കൂട്ടത്തിൽ അവകാശത്തർക്കമാണ് നമ്മളുള്ളത്. നമ്മൾ മുസ്ലിമുകളാണ്. നമ്മളുമായുള്ള ബന്ധത്തിലുള്ള മുസ്ലിങ്ങളുമായുള്ള ബന്ധത്തിൽ അതിലുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ ഗവൺമെൻറ് എടുത്തു കളഞ്ഞ് അതൊക്കെ പൊതു നിയമം എല്ലാവരുടെയും പോലെ ആക്കാൻ പോവുകയാണ്. പക്ഷെ ഏത് നിയമങ്ങൾ എടുത്തു പറഞ്ഞാലും നമുക്ക് ഇവിടെ നമ്മൾ തമ്മിൽ, മുസ്ലിങ്ങൾ തമ്മിൽ നമ്മുടെ വ്യക്തി നിയമങ്ങൾ, ബന്ധപ്പെടുന്ന നിയമങ്ങൾ, അതിന് ഒരു കോടതിയും വേണ്ട. അള്ളാഹിൻ്റെ കിതാബ് നമ്മളുടെ അടുത്തുണ്ട്.
നമ്മൾ അതെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് എടുത്ത് പോയി ഒന്നായി നോക്കുക. അതിലൊന്നും നമ്മൾ ഭയപ്പെടാനില്ല. കാരണം നമുക്ക് എടുത്ത് ആ നിയമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഖുർആനുണ്ട്. പക്ഷെ ആ ഖുർആനിലേക്ക് മടക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. കോടതി പോയി കേസ് കൊടുക്കാനാണ്. കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറഞ്ഞു തീരാൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് അങ്ങോട്ട് മസ്ലഹത്തുണ്ടായാൽ മതി. പക്ഷെ ആ ഖുർആൻ നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അതല്ല അനന്തരാവകാശത്തിൽ ഇസ്ലാമിൻ്റെ അനന്തരാവകാശം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓനെന്തിനാ പിന്നെ ഹജ്ജിന് പോകണോ? മുസ്ലിമായിട്ടില്ല, ശരിയായ മുസ്ലിമല്ല. കാരണം ഖുർആൻ പറഞ്ഞ അവകാശ നിയമങ്ങൾ, ഖുർആൻ പറഞ്ഞ വിവാഹ നിയമങ്ങൾ, ഇതൊക്കെയാണല്ലോ ബന്ധപ്പെട്ടത്. ആ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഹജ്ജിന് പോയിട്ടൊന്നും കാര്യമില്ല. ആ നിയമങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലോ നമ്മൾക്ക് തീരുമാനം ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞു തന്നെ സാമ്പത്തികമായി എങ്ങനെയാണ് അനന്തരാവകാശം, എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, വിവാഹ നിയമം എങ്ങനെയാണ്, അഥവാ വിവാഹമോചനത്തിൻ്റെ ഘട്ടത്തിൽ വരണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം, അതെന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കോടതി പോകുന്ന അവസരം നമുക്ക് വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ സിവിൽ നിയമങ്ങൾക്ക് എങ്ങനെ വന്നാലും ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും വലിയ കാര്യങ്ങൾ എല്ലാവരുടെയും പോലെ സിവിൽ നിയമം പൊതു വേണമെന്നുണ്ട്. അതൊക്കെ പോയാലും ഖുർആൻ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ, വിശ്വാസം ശരിയാണെങ്കിൽ നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം. ആ ഖുർആനിലേക്ക് മടങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും, സമുദായത്തിന് ഇസ്സത്തുണ്ടാകും. പക്ഷെ അത് സമൂഹം വിട്ടുപോയതാണ് നമ്മുടെ ഏറ്റവും പ്രശ്നം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കടപ്പാടുകൾ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത്, അത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നടപ്പാക്കിയത്, അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തീർത്ത് അതെല്ലാം നല്ല മനസ്സോടുകൂടി ഈ യാത്രയ്ക്ക് നാം ഒരുങ്ങണം. അതാണ് അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യം നമ്മൾ ഇനി പോകുന്നത് നമ്മൾ എവിടേക്കാണ്? ആ ബൈത്തിലേക്കാണ്. അതല്ലാതെ വേറെ നമ്മൾ ലക്ഷ്യം വെക്കുന്നില്ല. അവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും കൂട്ടി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം, ലോകത്തെ മുസ്ലിങ്ങൾ അള്ളാഹു പറഞ്ഞ മുസ്ലിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തരാൻ ഒരു ഇസ്സത്ത് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള പലരും ചോദിക്കുന്നു. അള്ളാഹു എല്ലാത്തിനും പരിധി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാവണം. കാരണം ലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുർബലരാവരുത്, ദുഃഖിക്കണ്ട, നിങ്ങളാണ് ഏറ്റവും ഔന്നത്യമുള്ളവർ. ഒരു ഉപാധിയാണ് അള്ളാഹു പറയുന്നത്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ കുറവ് അത് നമ്മുടെ വ്യക്തിപരമായി നമുക്കുണ്ടാവണം, നമ്മുടെ സമൂഹമായും സമുദായമായും ഉണ്ടാവണം, സംഘടനകൾക്കുണ്ടാകണം, മുസ്ലിം രാഷ്ട്രങ്ങൾക്കുണ്ടാവണം. അതില്ലാത്തതിൻ്റെ തിക്താനുഭവം ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നു. കാരണം മുസ്ലിം രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യേണ്ട അവസ്ഥ, അതുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട അവസ്ഥ. അതെന്താണ്? അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് അവർ അടങ്ങാത്തത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോരുത്തരും എല്ലാം നന്നായി നമ്മൾ നമ്മൾ ശരിയായിട്ടില്ലെങ്കിൽ ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ ചെയ്യാവുന്ന കാര്യം ചെയ്യാം. അതുകൊണ്ട് ഇതിനു വേണ്ടി മനസ്സറിഞ്ഞ് ഇവിടെ അനീതിക്കും അക്രമത്തിന് വിധേയമായ ചില ആളുകളുണ്ട്. അവരുടെ നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയും അതുണ്ടാവണം. നമുക്ക് പ്രധാനപ്പെട്ട 3 പുണ്യ സ്ഥലങ്ങളാണുള്ളത്. അതിലത്തെ ഒന്ന് പറഞ്ഞത് മസ്ജിദുൽ ഹറാം, പിന്നെ മസ്ജിദുൽ നബവി, ഹജ്ജ് ചെയ്യാൻ പോകുന്ന മസ്ജിദുൽ ഹറാമിലേക്കാണ്. മസ്ജിദുൽ നബവി അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് നബിയുടെ അവിടെ ചെന്ന് അവിടുത്തെ സന്ദർശനവും മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കലും ചരിത്രപരമായ കാര്യങ്ങൾ കാണലും ഇതൊക്കെയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന കബിലയാണ് മസ്ജിദുൽ അഖ്സ. അവിടെയാണ് ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് അതെല്ലാം സമാധാനമായി പരിഹരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല മനസ്സ് വന്നാൽ ലോകത്തിൻ്റെ നിയന്ത്രണം ഇന്ന് യാതൊരു ലക്കും ലഗാനുമില്ലാത്ത ലഹരിക്കടിമപ്പെട്ട എല്ലാ തെമ്മാടിത്തത്തിനും അനുഭവപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിലാണ്. എന്നും അവർക്ക് തോന്നും പറയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ശക്തിയാണ്. പക്ഷെ അതൊക്കെ അള്ളാഹുവിൻ്റെ ശക്തി, അതിനൊക്കെ മറികടക്കാൻ കഴിയും, ഏത് ശക്തി ഉണ്ടായാലും ശരി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹജ്ജ് ചെയ്യുമ്പോൾ യാത്ര അങ്ങോട്ടും വിമാനത്തിൽ ഇന്നിപ്പോൾ യാത്ര ചെയ്യണമല്ലോ, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ.
ഇനി എവിടേക്കാണ് എത്തുന്നത് അത് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ശ്രദ്ധിച്ച് സമാധാനത്തോടുകൂടി ശാന്തമായി ഈ നമ്മുടെ ഹജ്ജ് എന്ന ഇബാദത്ത് നിർവഹിച്ച് തിരിച്ചു വരാൻ ഈ ഹജ്ജിന് പോകുന്ന സഹോദരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു തന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. അങ്ങനത്തെവർക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെങ്കിൽ എവിടെ വെച്ചാണോ ഇത് അവസാനിപ്പിക്കുന്നത് ഞാൻ അവിടെ നിർത്തിപ്പോരുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ് നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആ നിയ്യത്തുണ്ടെങ്കിൽ എവിടുന്ന് തടസ്സമുണ്ടായാൽ അവിടുന്ന് നമുക്ക് തിരിച്ചു പോരാം, പിന്നെ അതിന് കുറ്റമില്ല. ആ നിയ്യത്തോടു കൂടിയാണ് നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നല്ലത്. അത് സുഖമായി കിട്ടിയാൽ നമുക്ക് പൂർണ്ണമായി നിർവഹിച്ചു പോകാം. അതില്ലെങ്കിൽ എവിടെ വെച്ച് തടസ്സം വരുന്നോ അവിടെ നമുക്ക് അത് നമുക്ക് തിരിച്ചിട്ട് പോരാം. അപ്പോൾ നമുക്കതൊരു കുറ്റമുണ്ടാവുകയില്ല. പക്ഷേ ഏതായാലും അങ്ങനെയൊന്നും വരാതെ പൂർണ്ണമായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് മുസ്ലിങ്ങൾക്ക് എന്നും ഒരു ഇസ്സത്ത് ലഭിക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മളിവിടെ പല പ്രശ്നങ്ങൾ പോയി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളുണ്ടാകും. മതപരമായ കാര്യത്തിൽ തന്നെ പല സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് എല്ലാം ഏകോദര സഹോദരന്മാരാണ്. നമ്മുടെ ഇമാം പരിശുദ്ധ ഖുർആനാണ്. പ്രവാചകൻ്റെ ജീവിതമാണ് അതിൻ്റെ വിശദീകരണം. അതനുസരിച്ച് എല്ലാവരോടും സൗഹാർദ്ദത്തിൽ ആ നിലക്കുള്ള പെരുമാറ്റം നമ്മൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അത് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നിലക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ച് പൂർണ്ണമായി എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധരായി തിരിച്ചു പോരണം. അത് ഏറ്റവും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ നമ്മളുണ്ടെങ്കിൽ അതൊരിക്കലും അള്ളാഹു എന്ത് ചെയ്താലും പൊറുക്കില്ല. അത് അറിഞ്ഞ് തൗബ ചെയ്യണം. കാരണം നമുക്ക് മുസ്ലിങ്ങളുടെ വരുന്നോ പാപങ്ങൾ എണ്ണി പറയുമ്പോൾ ഒന്നാമത്തെ പാപം പറയുന്നത് അശ്ശിർക്ക് ബില്ലാന്ന്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പാപം. അതുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അള്ളാഹു നഷ്ടപ്പെടും. അള്ളാഹു ഒന്നും സ്വീകരിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ, എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കി അതില്ലാതെ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്തെടുത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് അത് അവസാനം ആ തൗഹീദിൽ തന്നെ ഉറച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ നമ്മളെല്ലാം ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെതാണ്. തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് തൗഹീദോടുകൂടി അവന് മാത്രമേ ഇബാദത്തെടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وسلام على المرسلين الحمد لله رب العالمين. ഇത്രയും പറഞ്ഞ് ഇതിൻ്റെ ഔപചാരികമായ ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ക്ലാസ്സിലേക്ക് മറ്റും പ്രവേശിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.